ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആനുവൽ ഇവാലുവേഷൻ 2017-18 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷനൊക്കെ നമുക്കറിയാം. 15 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈം ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. പിന്നെന്താണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ളത് ഓർഡറിലായിട്ട് തന്നെ എഴുതിയിട്ട് ഓരോ സബ്ജക്റ്റിനും 40 മിനിറ്റ് വെച്ച് ടൈം ഫോർ ഈച്ച് സബ്ജക്റ്റ് ഈസ് 40 മിനിറ്റ്സ്. ആൻസർ ഓക്കെ. ഓരോ ഇതിലും എന്താണ് ഓരോ സബ്ജക്റ്റിനും 40 മിനിറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ടോട്ടൽ എത്രയാണ്? 2 ഹവറാണുള്ളത്. ടോട്ടൽ സ്കോർ 60 ആണ്. ഫിസിക്സിന് 20, കെമിസ്ട്രിക്ക് 20, ബയോളജിക്ക് 20. ഓക്കെ. പിന്നെ എന്താണ് ഓരോ സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം അതിൽ നിങ്ങളെ മാർക്ക് നിങ്ങളെ പേര്, റോൾ നമ്പർ, ക്ലാസ്, ഡിവിഷനൊക്കെ എഴുതിയതിന് ശേഷം എന്താണ് ഫിസിക്സ് അങ്ങനെ എഴുതുക. എന്നിട്ട് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം കെമിസ്ട്രി അങ്ങനെ അതേപോലെ തന്നെ എഴുതി. കെമിസ്ട്രി എഴുതി കഴിഞ്ഞ ശേഷം ടീച്ചർക്ക് കൊടുക്കുക. അടുത്ത ബയോളജിക്ക് വേറെ പേപ്പർ വാങ്ങിയിട്ട് അതും അതേപോലെ തന്നെ എല്ലാത്തിനും നിങ്ങളെ പേരും ക്ലാസ്സും ഡിവിഷനും ഒക്കെ എഴുതിട്ടോ, റോൾ നമ്പറും. ഓക്കെ. ദെൻ ഫിസിക്സ് എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സ്കോർ ഈച്ച് ഫോർ ക്വസ്റ്റ്യൻ 1 to 4. 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസിന് എന്താണ് ഓരോ സ്കോർ ഇതാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ? ഇതിൽ ഏതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ എന്താണ് ഓരോ ഓർഡർ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഏതാണ്? ഈ ബി ആണ് കേട്ടോ. എന്താണ്? ബി. ഓക്കെ. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ള ഇതാണ് ബി, കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് പിക്ചർ? ഇതിൽ ഏതാണ് കറക്റ്റ് പിക്ചർ വരുന്നത്? സി ആണ് അല്ലേ. ഇതാണ് കറക്റ്റ് പിക്ചർ വരുന്നത്. ഓക്കെ. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് സ്ഫെറിക്കൽ മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾ? വിച്ച് ടൈപ്പ് ഓഫ് സ്ഫെറിക്കൽ മിറർ ഈസ് യൂസ്ഡ് ആസ് എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾ? വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ഏത് മിററാണ്? കോൺവെക്സ് മിറർ ആണ് കേട്ടോ. അത് കുറേ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് കോൺവെക്സ് മിറർ അല്ലെ? റിയർ വ്യൂവിൽ മിററിൽ വെഹിക്കിളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് മിറർ. ഓക്കെ. ഐഡന്റിഫൈ ദി റിലേഷൻ ഇൻ ഫസ്റ്റ് വേർഡ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് വൺ. നിങ്ങൾ എന്താക്കുക, ഈ ഫസ്റ്റ് വേർഡ് പെയർ റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്താ സെക്കൻഡ് വൺ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഷർ പാസ്കൽ ആണ് അല്ലേ. അപ്പോൾ അതിലെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ചാർജിന്റെ ഏതാണ് യൂണിറ്റ്? കൂളം അല്ലേ. എന്താണ്? കൂളം. ഓക്കെ. കൂളം സ്പെല്ലിംഗ് അറിയാലോ, സ്പെല്ലിംഗ് ഒക്കെ പഠിച്ച് പോവാ കേട്ടോ. COULOMB അല്ലേ, കൂളം. ദെൻ നെക്സ്റ്റ് എന്താണ്? ആൻസർ എനി 5 questions from 5 to 10. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 score. 5 ക്വസ്റ്റ്യൻ അല്ലേ. 5 മുതൽ 10 വരെയുള്ളത് ഏതിന് 5 എണ്ണം എഴുതുക. അതിൽ ഓരോ എന്താണ് 2 സ്കോർ വീതമാണ് മാർക്ക്. ദെൻ എ ബോയ് സ്റ്റാർട്ടഡ് ഫ്രം എ, ടുക്ക് 80 seconds to reach C through B. ഇഫ് സോ, നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബോയ് എന്താണ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. 80 സെക്കൻഡ് എടുത്തിട്ടാണ് ഈ ബിയിലൂടെ പോയിട്ട് സിയിലേക്ക് എത്തിയത്. ഓക്കെ. അങ്ങനെയാകുമ്പോൾ വാട്ട് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോയ്? ആ കുട്ടി എത്രയാണ് സഞ്ചരിച്ചിരിക്കുന്നത് ദൂരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്ന് ബിയിലൂടെ അല്ല പോയിരിക്കുന്നത് സിയിലെത്താൻ. അപ്പം എന്താണ് എന്ന് ബിയിലേക്ക് പോകാൻ 100 മീറ്റർ, ബിന്ന് സിയിലേക്ക് പോകാൻ 150 മീറ്റർ അല്ലേ. അപ്പോൾ 100 + 150 എത്ര? 250 മീറ്റർ ആണ് എന്താക്കുന്നത് ആ കുട്ടി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ 250 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ. അതാ 250 മീറ്റർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് മെയ്ഡ്? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഇവിടെ വരുന്നത്? A to C എന്താ ശരിക്കും എന്താണ് എന്ന് സിയിലേക്കാണ് കുട്ടി പോകേണ്ട ദൂരം. പക്ഷെ ബിയിലൂടെ പോയോണ്ടാണ് അത്രയും ദൂരം എടുത്ത്. ശരിക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 80 മീറ്റർ അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 80 മീറ്റർ അല്ലെ. ഫൈൻഡ് ഔട്ട് ഹിസ് ആവറേജ് സ്പീഡ്. ഇനി ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ആവറേജ് സ്പീഡിന്റെ ഇത് കണ്ടുപിടിക്കുക. സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഓക്കെ. അപ്പോൾ എന്താണ് 3.12 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും കേട്ടോ. ആ ഇക്വേഷൻ വെച്ച് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആ ആൻസർ ആണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കൂ. നോയ്സ് പൊല്യൂഷൻ എഫക്ട് അവർ ഹെൽത്ത് ബാഡ്ലി. നോയ്സ് പൊല്യൂഷൻ എന്താണ്? നമ്മളെ ബോഡി എന്താണ് ഭയങ്കരമായിട്ട് ഹെൽത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ. ഹെൽത്തിന് ബാഡ്ലി ആയിട്ട് എന്താണ് എഫക്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ് എനി 2 മെത്തേഡ് ടു മിനിമൈസ് നോയ്സ് പൊല്യൂഷൻ. അപ്പോൾ നോയ്സ് പൊല്യൂഷൻ മിനിമൈസ് ചെയ്യാനുള്ള 2 മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? പ്ലാന്റ് ആസ് മെനി ട്രീസ് ആസ് പോസിബിൾ, എൻഷുർ ദ സൈലൻസേഴ്സ് ഇൻ വെഹിക്കിൾസ് വർക്ക് പ്രോപ്പർലി, അവോയ്ഡ് ലൗഡ് സ്പീക്കേഴ്സ് ഇൻ പബ്ലിക് പ്ലേസസ്. നെക്സ്റ്റ് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് വിച്ച് ആർ നോട്ട് പ്രോപ്പർലി എർത്ത് ആർ ഡേഞ്ചറസ്. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ്. എന്താണ് ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് എന്താണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എർത്ത് ചെയ്തില്ലെങ്കിൽ, ഭൂമിയിലേക്ക് ഇതാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ഡേഞ്ചറസ് ആണ് അല്ലെ. എർത്തിൽ നമുക്കറിയാം എർത്തിങ് എന്താണെന്നൊക്കെ അറിയാം അല്ലെ. അപ്പോൾ എർത്ത് ചെയ്തില്ലെങ്കിൽ എന്താണ് അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എർത്തിൽ പ്രോപ്പർലി ദ ഡിസ്ചാർജ് മേ ഒക്കർ ത്രൂ ദ ബിൽഡിംഗ് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഡാമേജ്ഡ്. എന്താ ഇവിടെ പറഞ്ഞത്? എർത്ത് പ്രോപ്പർലി ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ഇവിടെ ബിൽഡിങ്ങിനൊക്കെ എന്താവും ഡാമേജ് പറ്റും അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. എന്താണ് നെക്സ്റ്റ്? ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ബേസ്ഡ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ.
എന്താണ് ഈ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ് ഇതിലേതാണ്, ഡിസ്അഡ്വാൻറ്റേജ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. ഹോൾഡിംഗ് ഒബ്ജക്റ്റ്, വിയർ ആൻഡ് ചിയർ ഓഫ് ടയർ, വിയറിംഗ് ഔട്ട് ഓഫ് മെഷീൻ പാർട്സ്, വാക്കിംഗ് ഓൺ ഫ്ലോർ. അപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജസ് ഏതാ, ഹോൾഡിംഗ് ഒബ്ജക്റ്റും വാക്കിംഗ് ഓൺ ഫ്ലോറും. ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്, വിയർ ആൻഡ് ചിയർ ഓഫ് ടയർസും വിയറിംഗ് ഔട്ട് ഓഫ് മെഷീൻ പാർട്സും അല്ലേ. അതെല്ലാം ഇവിടെ ഇരുന്ന്. അപ്പം നോക്കൂ, ഫ്രിക്ഷൻ അഡ്വാൻറ്റേജിൽ എയും ഡിയും, പിന്നെ ഫ്രിക്ഷൻ ഡിസ്അഡ്വാൻറ്റേജിൽ ബിയും സിയും ആണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. The observation of an experiment using a simple pendulum is given below. എന്താണ് ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ചുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷനാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദ പെൻഡുലം 100 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഓസിലേഷൻ 10ഉം ടൈം എത്രയാണ് 20 അല്ലേ, 20 സെക്കൻഡ് ആണ്. അതിന് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ രണ്ടാമത്തെ അങ്ങനെ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് പെൻഡുലം 48, നമ്പർ ഓഫ് ഓസിലേഷൻ 20, ടൈം 25ഉം ഫ്രീക്വൻസി എന്താണ് ഹെർട്സിൽ വൈ അല്ലേ, എന്താ വൈ നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എക്സും വൈ നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്, ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എന്താണ് ഈ എക്സും വൈയും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ എന്താണ് ഇക്വേഷൻ വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ എന്താ നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈമിൽ 10/20 വരുമ്പോൾ എന്താ 10/20 0.5 ഹെർട്സ് എന്ന് വരും അല്ലേ. അതുപോലെ 20/25 എത്ര കിട്ടിയ നമുക്ക് 0.8 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ഫ്രം ദ ഒബ്സർവേഷൻ ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് പെൻഡുലം ആൻഡ് ഇറ്റ്സ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ലെങ്ത് ഓഫ് പെൻഡുലം അതിൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്താക്കുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. As ebonite rod is rubbed against a piece of wool, what is the electric charge gained by the ebonite rod? എന്ത് ഇലക്ട്രിക് ചാർജ് ആണ് എബണൈറ്റ് റോഡിൽ വരുന്നത്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ചാർജ് അല്ലേ. ഓക്കെ, നെഗറ്റീവ് ചാർജ് ആണ് അവിടെ വരുന്നത് അല്ലേ. ദെൻ ഇഫ് ദ ചാർജ് എബണൈറ്റ് റോഡ് ഈസ് എർത്ത്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ വിൽ ബി ഫ്രം എവിടുന്നാണ്? എബണൈറ്റ് റോഡ് എർത്തിൽ ചെയ്താൽ, ചാർജ് ചെയ്ത എബണൈറ്റ് റോഡ് എർത്ത് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടുന്നാണ്? എബണൈറ്റ് റോഡ് ടു ദ എർത്ത് ആണോ അല്ലെങ്കിൽ എർത്ത് ടു എബണൈറ്റ് റോഡ് ആണോ? നമുക്കറിയാം എന്താണ് എബണൈറ്റ് റോഡ് ടു ദ എർത്ത് അല്ലേ, എർത്തിലേക്കാണ് അത് ഇതാവുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ. ആൻസർ എനി 2 questions from 11 to 13. Each questions carries 3 score. ഓക്കെ, complete the ray diagram of image formation of the object OB placed in front of the mirror. കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം. ഈ റേ ഡയഗ്രാം എന്താക്കുക, കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ ഒബ്ജക്റ്റ് OB ആണ് അല്ലേ, പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററിൽ വെക്കുന്നതാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ അപ്പോൾ ഈ റേ ഡയഗ്രാം നിങ്ങൾ എന്താക്കുക, കംപ്ലീറ്റ് ആക്കി വരയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ പോകുന്ന ഫോക്കസിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന സീൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അത് ടെക്സ്റ്റിൽ എന്താണ് ടീച്ചർ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ വേറൊരു ഇതിൻ്റെ ഈ റേൻ്റെ തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റേകളൊക്കെ നോക്കി വെച്ച് പോവുക എക്സാമിന് കേട്ടോ. ഓക്കെ, ഈ ഇതിൻ്റെ വേറൊരു എന്താണ് മിററായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കോൺവെക്സിൻ്റെ ആണ് അന്ന് ചോദിച്ചത്. അപ്പം നിങ്ങൾ എന്താക്കുക, കോൺവെക്സിൻ്റെയും കോൺകേവിൻ്റെയും ഒക്കെ മിററിൻ്റെ ഈ ഒബ്ജക്റ്റ് എവിടെയാണ്, അതിൻ്റെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, ദെൻ റൈറ്റ് എനി 2 features ഓഫ് ദ ഇമേജ് ഫോംഡ്. ഇനി എന്താണ് ആ ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ 2 feature എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് 2 feature പറഞ്ഞത്? എന്താണ് വെർച്വൽ ആണ്, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ആണ് അല്ലേ. ഇനി കംപ്ലീറ്റ് ദ കോളംസ് ABC സൂട്ടബിളി. ഓക്കെ, അൾട്രാസോണിക് സൗണ്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഫ്രാസോണിക് എന്താണെന്ന്, ഓഡിബിലിറ്റി റേഞ്ച് എന്താണെന്ന് അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ അൾട്രാസോണിക് സൗണ്ട് എങ്ങനെ വരുന്നത്? ഇതാ അൾട്രാസോണിക് അബൌട്ട് 2000 ഹെർട്സ്, 20,000 ഹെർട്സ് ഗാൾട്ടൺ വിസിലാണ്. ഓക്കെ, ദെൻ ഇൻഫ്രാസോണിക് എന്താണ്, ബിലോ 20 ഹെർട്സ് ആണ് അല്ലേ, എർത്ത് ക്വൈക്ക് വേവ്സ്. റേഞ്ച് ഓഫ് ഓഡിബിലിറ്റി എന്താണ്, 20 ഹെർട്സ് ടു 20K ഹെർട്സ് അല്ലേ മേൻ. ഓക്കെ, അതാണ് എന്താണ് മാച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, അതായത് അൾട്രാസോണിക് സൗണ്ട് എവിടെയാണ്, അൾട്രാസോണിക് എബവ് 20,000 ഹെർട്സ് ആണ്. അത് ഏതാണ്, ഗാൾട്ടൺ വിസിലാണ്. ഇൻഫ്രാസോണിക് സൗണ്ടിൻ്റെ ഏതാണ്, ബിലോ 20 ഹെർട്സ് ആണ്. അത് വേവ്സ് ഓഫ് എർത്ത് ക്വൈക്ക്. ഓഡിബിലിറ്റി റേഞ്ച് 20 ഹെർട്സിൻ്റെയും 20K ഹെർട്സിൻ്റെയും ഇടയിലാണിത് മേൻ. ഓക്കെ, then next observe the picture. മെറ്റൽ സ്ഫിയറും ഉണ്ട്, മെറ്റൽ ലീവ്സും ഉണ്ട്. ഐഡന്റിഫൈ ദ ഡിവൈസ്. ഈ ഡിവൈസ് ഏതാണ്, ഇലക്ട്രോസ്കോപ്പ് ആണ് അല്ലേ. എന്താണ് ഇലക്ട്രോസ്കോപ്പ്? ഓക്കെ, ഇലക്ട്രോസ്കോപ്പ് ആണത്. പിന്നെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ഇറ്റ് യൂസ്. ഇതിൻ്റെ ഉപയോഗം എന്താണ്,
ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ടു ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ നേച്ചർ മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനുമാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ. If a negatively charged object is brought near the metal sphere of the device, what will be the charge acquired on? If a negatively charged object is brought near the metal sphere of the device, ഈ ഡിവൈസിൻ്റെ അടുത്തേക്ക് ഒരു മെറ്റൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ, മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് എന്താണ് കൊണ്ടുവരികയാണ്, എന്ത് ഒരു നെഗറ്റീവ് ചാർജ് ചെയ്ത ഒബ്ജക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ മെറ്റൽ സ്ഫിയറിന് ഏത് ചാർജ് ആണെന്നും മെറ്റൽ ലീവ്സിന് എന്ത് ചാർജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം മെറ്റൽ സ്ഫിയറിന് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ. മെറ്റൽ ലീവ്സിന് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജും. ഓക്കെ, അപ്പോൾ മെറ്റൽ ലീവ്സിന് നെഗറ്റീവ് ചാർജും. ഓക്കെ.